നീ എപ്പോ വന്നു? കുറച്ചേരായി. ആ ഇരിക്കെ, ഞാനിപ്പോ വരാം. ഓ, അനന്തം വന്നിട്ട് കണ്ടില്ലേ? ആ എന്തിനാ വിളിപ്പിച്ചെന്ന് അവൻ എന്നോട് ചോദിച്ചു. അവന്റെ ഫോട്ടോ എടുക്കാൻ, ഫ്രൈഡിൽ വെച്ച് പൂജിക്കാൻ. എന്തേ പോയി കുടിക്കെടുത്തോളൂ വാരി. അവിടെ ഒരു ശൃംഗാരം. അനന്തം വന്നത് കണ്ടില്ലേ? ഏറ്റില്ലല്ലേ? എന്തിനാ വിളിപ്പിച്ചെന്ന് അച്ഛൻ പറഞ്ഞോ? ഇല്ല. എന്നാ ഞാൻ പറയാം. നിഷ്കളങ്കയായ എന്റെ ഇളയ മകൾ സുഗന്ധി ദേവിയെ ഞാൻ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോവാണ്. എന്റെ പൊന്നമ്മാവ, മണിക്കൂറുകൾ മാത്രം യേശുക്രിസ്തു ചുവന്ന കുരിശ് ജീവിതകാലം മുഴുവൻ എന്റെ പടലേക്ക് വെക്കാൻ പോവാണല്ലോ. ആനന്ദേട്ടാ, പിന്നെ എങ്ങനെയുണ്ട് വക്കീലെ കേസ് കേട്ടൊക്കെ? കാര്യങ്ങൾ നടന്നു പോകാനുള്ള കേസൊക്കെ ഉണ്ട് അമ്മാവ. കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിന്റെയും പത്മാവതിയുടെയും അല്ലേ? അല്ല, ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവളെ പോറ്റാനും ഒത്തുതീർപ്പ് വേണ്ടി വരുവോ? വിവാഹ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ ഒരു ഒത്തുതീർപ്പല്ലേ അമ്മാവ? സുഗന്ധിക്ക് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. അതെനിക്കറിയാമല്ലോ, പട്ടിണിയൊന്നും കിടക്കില്ല. കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് വളരെ നല്ല സമയമാണ് എംബ്രാന്തിരി ഗണിച്ചു പറഞ്ഞത്. എന്താ പല്ലി ചെലച്ചതാ സത്യം. എന്നാൽ അത് പോരാ. എന്റെ ഒരേ ഒരു അനന്തരവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പെണ്ണിന്റെ യോഗം കൊണ്ട് നന്നായാ പോരാ, അതിന് മുമ്പേ നന്നാകണം. നിന്റെ കല്യാണവും സദ്യയും ഒക്കെ ഈ നാരായണക്കുറിപ്പിന്റെ അന്തസ്സിനൊത്ത് ആർഭാടമായിട്ട് തന്നെ നടക്കണം. അതേക്കുറിച്ച് സംസാരിക്കാനാണ് നിന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മാവന് നിർബന്ധമാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം. ഓ, കല്യാണം. ആ, വലിയൊരു സംസാരിക്കുന്നിടത്ത് കൊച്ചുപിള്ളേരെ നിൽക്കാൻ പാടില്ല. ഓ, നിന്നോടല്ല, ഇവളോട്. കൊച്ചകത്ത് പോ. നീ ഇങ്ങ് വാ. ചിത്രപരം കൊട്ടാരം റിസീവർ ഭരിക്കാൻ പോകുന്നു. അറിഞ്ഞു. കോടതിയിൽ അതിനെപ്പറ്റി ചൂടുപിടിച്ച ചർച്ചയും നടന്നു. അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ ആയിരിക്കും റിസീവർ എന്നൊരു സംസാരമുണ്ട്. എന്നാൽ ശങ്കരനാരായണനല്ല, അനന്തപത്മനാഭൻ വക്കീലാണ് ചിത്രപരം കൊട്ടാരത്തിന്റെ റിസീവർ. അതാരെ? വന്ന് വന്ന് നിന്റെ പേര് കൂടി നീ മറന്നു പോയോടാ കരുതേ. നീ തന്നെ ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? റിസീവർ ഭരണം കയ്യിലോട്ട് കിട്ടി. പോയോ? അനന്താ, എവിടെ കാല്? എവിടെ ആള്? അകത്തുണ്ട്. റിസീവർ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബോധം തെളിയാ പതിവ്. ഇവിടെ ഒരാൾക്ക് ബോധം പോവുക എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവേ. അവന്റെ മനസ്സ് നിനക്ക് അറിയാമോ? ഇരട്ട കൊലപാതകം നടന്ന കൊട്ടാരമാത്. അവിടെ ചെന്ന് താമസിച്ച് ഭരിക്കാന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണ്. ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും ഇല്ലേ കൂട്ടിന്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി. ഇനി മുതൽ 3 പ്രേതങ്ങളെ സഹിക്കണ്ടേ? അപ്പൊ അപ്പൂപ്പനെയും കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോ? അലവലാതി ഗുരുത്തുദോഷം പറയരുത്. ആദ്യക്ക് ഞാൻ വയസ്സായി നോക്കണ്ട. അയ്യോ, വയസ്സായത് ആര് പറഞ്ഞു? ബേബി ഫാമിലി അല്ലേ? അനന്ത, അമ്മാവൻ നിന്റെ കയ്യിലോട്ട് കൊണ്ടു തന്ന ഈ ഭാഗ്യം അങ്ങോട്ടല്ല എന്ന് പറഞ്ഞ് നീ തട്ടിക്കളയരുത്. അമ്മാവൻ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. ഏട്ടനെ കുറിച്ച് വേണ്ടാത്തൊന്നും പറയണ്ട. ഇത്രയൊക്കെ ആയിട്ട് അമ്മ പഠിച്ചില്ലല്ലോ. അമ്മയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തു. അതും പോരാഞ്ഞ് അച്ഛന്റെ പേരിൽ ടൗണിന്റെ കണ്ണായ ഭാഗത്തുണ്ടായിരുന്ന 63 സെന്റ് സ്ഥലം അമ്മാവന്റെ വാക്കും കേട്ട് പറഞ്ഞ ആൾക്ക് കൊടുത്തു, അതും പറഞ്ഞ വിലക്ക്. പിന്നീടാണ് മനസ്സിലായത് അത് അമ്മാവന് വേണ്ടി തന്നെയായിരുന്നു. ഇപ്പോഴവിടെ 5 നിലയുടെ ഒരു ലോഡ്ജ് പൊങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ തന്നെ മേലെടുത്ത് നാരായണക്കുറുപ്പ് പെങ്ങളെ മരുമോനെയൊക്കെ സഹായിച്ചത്. അതൊന്നും വേറെ ആർക്കും വേണ്ടിയിട്ടല്ലോ. മുറപ്പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ സ്വത്തിന്റെയൊക്കെ അവകാശി അനന്തം തന്നെയല്ലേ? സോൾ ഓണർഷിപ്പ്. ഇപ്പോഴേ കൊട്ടാരമായി പാലസ് പാലസ്. ഓ എന്റെ കർത്താവേ, പഞ്ചാരക്കൂനയുടെ നടുവിൽ അകപ്പെട്ട ഉറുമ്പിന്റേത് പോലായല്ലോ എന്റെ അവസ്ഥ. എവിടെ മുതലേ നക്കി തുടങ്ങണമെന്ന് ഒരു പിടിയില്ലേ. അങ്ങനെ നക്കി തുടങ്ങേണ്ടി വരില്ലടാ, നക്കി. റിസീവർ സ്ഥാനം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ എഴുതി കൊടുക്കാൻ പോവാ. അനന്താ, പപ്പനായി തകർന്നു. ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടി തെറിപ്പിച്ച് കളഞ്ഞല്ലോ കർത്താവേ. അനന്തന്റെ മനസ്സ് പറഞ്ഞ ഞാൻ ഇനി എവിടെയാ നേർച്ച നേരേണ്ടത്? വെട്ടുകാടോ, വല്ലാർ പാടത്തോ, അതോ വേളാങ്കണ്ണി പള്ളിയിലോ? നീ പള്ളിയിലോട്ടാണോ പോണ? അല്ല, പള്ളിക്കൂടത്തിൽ പോവാൻ പോവാ. നീ ഊഴംപാറ പോടാ. എന്ത് വഴിപാട് നടത്തിയിട്ടും കാര്യമില്ല, അവനവനും കൂടി താല്പര്യം ഉണ്ടാവണം. എന്നിട്ടും അനന്തേട്ടന്റെ പേരിൽ ഞാനൊരു മൃത്യുഞ്ജയ ഹോമം നടത്തി. ഇനി പേടിയുണ്ടാണെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതി. പേടിയും കോപ്പൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. കേരള ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു കൊട്ടാരത്തിന്റെ ചുമതലയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ ഏറ്റെടുക്കാന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാ സുഗന്ധി. റിസ്ക് എടുത്തിട്ടുള്ളവരെ ലൈഫ് വിൻ ചെയ്തിട്ടുള്ളൂ. എന്ന് ഒത്തുതീർപ്പും കരാട്ടയും കളരിയായിട്ട് നടന്നാ മതിയോ? അപ്പൊ കുരിശ് എന്റെ തലയിൽ കെട്ടി വെക്കണമെന്നാണ് നീ പറയുന്നത്? എത്ര പേരെ വെറുപ്പിച്ചിട്ടാ അനന്തേട്ടന് വേണ്ടി ശരിയാക്കിയെന്നറിയോ?
അതിനുവേണ്ടി അച്ഛൻ എന്തുമാത്രം ബുദ്ധിമുട്ടെന്ന് അറിയാമോ? നിന്റെ അച്ഛന്റെ ബുദ്ധിമുട്ട് മാങ്ങാത്തൊലി, എന്താ പഴത്തൊലി കളയട്ടെ എന്ന്. അനന്തേട്ടൻ 4 ആള് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാനത്തെത്തിയ എനിക്കും അതൊരു അഭിമാനമല്ലേ? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ആ കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ഞാൻ റെഡി. താക്കോൽ പേടിക്കാതെ ധൈര്യമായിട്ട് മേടിച്ചോളൂ, ഞാനില്ലേ കൂടെ. കോടതി മുദ്ര വയ്ക്കുന്നതിന് മുമ്പുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റായത്. ഒത്തു നോക്കിക്കോളൂ. 10-200 കൊല്ലത്തെ പഴക്കമുള്ള കൊട്ടാരായത്. 2 കൊലപാതകം വേറെയും. അതുകൊണ്ടൊരു ഹോമം നടത്തിയിട്ട് ഭരണം തുടങ്ങുന്നതാ നല്ലത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. അയാൾ പറഞ്ഞതിൽ എന്തോ ഒരു ധ്വനി ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ മുറുക്കെ പിടിക്കുന്നത്? ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇരുമ്പ് കയ്യിലുള്ളത് നല്ലതാ. എടോ കോന്തം വക്കീലേ, വീണത് താനല്ല, ഞാനാ. വെറും വീഴ്ചയല്ല, മൂക്കും കുത്തിയാ വീണത്. കൊട്ടാരം ഭരിക്കാൻ കിരീടവും ചെങ്കോലും ഒരുക്കിയിരുന്നതാ. എന്നിട്ടിപ്പോ എന്തായി? ആ നാരായണക്കുറുപ്പ് അനന്തരവന് വേണ്ടി ഇത്രയും മോളി പിടിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഓ, എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നില്ലേ? ഞാനും എന്റെ മക്കളും അനുഭവിക്കേണ്ട കൊട്ടാരത്തിലാ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ചെക്കൻ കയറി ഭരിക്കണത്. എന്തോന്ന് ഭരിക്കാൻ? ഭൂതപ്രേത പിശാചുകളുടെ ആവാസ കേന്ദ്രം അവിടം. അവിടെ മനസ്സമാധാനത്തോടെ ഭരിക്കണമെങ്കിലേ കുറച്ച് ചങ്കൂറ്റം വേണം. അതല്ല, ഇനി അവരുടെ ഭരണം തുടരാനാണ് പ്ലാനെങ്കിൽ വാർമ വിഷമിക്കണ്ട. ഇന്നേ 7-ന്റെ അന്ന് ആ കേസില്ല വക്കീലിനെയും ഗുമസ്തനെയും അവിടുന്ന് ചാടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വർമ്മയോർത്തിട്ട് മാത്രമല്ല, ഞാൻ സ്വപ്നം കണ്ട സിംഹാസനത്തിലാവൻ കയറിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ മൊണയല്ലെന്ന് അവൻ അറിയും. തീക്കൂനയ്ക്ക് മുന്നിൽ തീക്കൊള്ളിക്ക് എന്ത് സ്ഥാനമുണ്ടെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. അനന്ത, കിളങ്കയുടെ ശബ്ദം. കോപ്പ് താക്കോല ആണോ? അനന്ത, എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാ. നമുക്ക് റിസീവർ സ്ഥാനം ത്യജിച്ച് പഴയ ഒത്തീർപ്പ് എന്നെ തുടങ്ങിയാലോ? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. എന്നെ ഇതിനകത്തോണ്ട് ചാടിച്ച് നീയല്ലേ? എന്നിട്ടിപ്പോ അയ്യോ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ചുക്കിരി വേലയും പിടിച്ച് വാതയും വവ്വാലുമായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതിയോ? പിന്നെ സാർ എന്താ കരുതിയത്? സപ്രമഞ്ചത്തിൽ മലർന്ന് കിടന്ന് മൃഷ്ടാന ഭോജനം അടിച്ച് തോഴിമാര് വെഞ്ചാമരം വെച്ച് തരുമെന്ന് വിചാരിച്ചോ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോളാം. ആദ്യം ഇതിനകമൊക്കെ ഒന്ന് തുറന്നു കാണാം. എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെ കിടന്ന് ഉറങ്ങണോ അതോ ഇവിടെ കിടന്ന് ചാടണോ. തീരുമാനിച്ചു.
ഇവരെന്തിനാ നമ്മൾ അടിച്ചത്? നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചായിരിക്കും. ആ, ഇനി നീ തീരുമാനിക്ക് ഇവിടെ താമസിക്കണോ അതോ വേണ്ടെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാടാ. പോടാ. ആ. വരുന്നു. ഞാൻ പോണില്ല. ബാ. രാവുണ്ണി നായര് അകത്തുണ്ട്. ആരാ? ഞാൻ കൊട്ടാറിലെ റിസീവറാ. ഇതെന്റെ ഗുമസ്തൻ. തസ്തികയുടെ പേര് അതാണെന്നേ ഉള്ളൂ. ഇന്നത്തെ പല കൊടികെട്ടിയ വക്കീലന്മാരെക്കാളും നിയമത്തിന്റെ അറ്റവും മൂലയും പച്ചവെള്ളം പോലെ കാണപ്പെടവ എനിക്ക്. ഇവർക്കൊക്കെ ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാ. അയ്യോ എന്താ? ഇവനെ പാട്ട് പാടിയതാ. അയ്യോ അയ്യോ അല്ലെ? അയ്യോ അയ്യോ. കയറിയിരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. മോളുടെ അടുത്ത് ഞാൻ വെറും കൊമസ്തനാണെന്ന് നീ ആക്കി പറഞ്ഞു. തന്റെ അടുത്ത് എന്താ പറയാൻ പോണേ? പറഞ്ഞു, എന്തും പറഞ്ഞു. നമസ്കാരം. ഞാൻ അനന്തപത്മനാഭൻ. ഉർമീസ്. മോള് പറഞ്ഞു റിസീവറാ അല്ലേ? അതെ. കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് വിട്ട വിവരം പത്രത്തിൽ നിന്നറിഞ്ഞു. നല്ല ചുമ. ക്ഷയമാണോ? ക്ഷേമമാണോ എന്ന് ചോദിക്കുകയായിരുന്നു. എന്ത് ക്ഷേമം? അസുഖമൊന്നുമില്ല, പക്ഷെ വയ്യ. പോലീസുകാര് കൊണ്ടുപോയി കുറെ ഇടിച്ചു പിഴിഞ്ഞതല്ലേ. എന്നാത്തിനാ? തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം തെളിയിക്കാൻ. അപ്പൊ തട്ടിയത് ചേട്ടനാണോ? എന്നിട്ട് കൊട്ടാരത്തിലെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് അവർക്ക് കൈ കിട്ടിയത് തന്നെയാ. ഞാൻ അറിയാതെ അവിടെ ഒരു ഇല പോലും ചലിക്കില്ലെന്നാ ആ നന്ദനവർമ്മയും മഹാദേവവർമ്മയും പോലീസിന് കൊടുത്ത മൊഴി. അതിന് കാരണമുണ്ട്. അവർക്ക് എന്നോടായിരുന്നു കൂടുതൽ ദേഷ്യം. എനിക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ വെറുതെ വിട്ടു. അതിൽ പിന്നെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും എനിക്കും എന്റെ കുഞ്ഞിനും പേടിയാ. കൊട്ടാരത്തിൽ നിന്ന് വിലപ്പെട്ട സാധനങ്ങളൊന്നും മോഷണം പോവാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാവുക കൊല നടന്നത്? എനിക്കറിയില്ല കുട്ടി. കഴിയുന്നത്ര നന്മ മാത്രമേ തമ്പുരാനും തമ്പുരാട്ടിയും ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഒരു വിധി. ആ, ചായ കഴിക്കുക. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞങ്ങൾ വന്നത് പറഞ്ഞോളൂ. ഇന്നലെ രാത്രി ഈ കള്ളമരമറ്റാന്ന് തോന്നുന്നു ഞങ്ങളുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായി. അതെയോ? കുറെ കാലായി പൂട്ടിക്കിടക്കണ കൊട്ടാരല്ലേ. ഏതായാലും ഒന്ന് സൂക്ഷിക്കണേ നല്ലതാ. കൊട്ടാരത്തിന്റെ അകമൊക്കെ ഒന്ന് തുറന്നു കാണണം. പരിചയമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. വിനോദമില്ലെങ്കിൽ ഒന്ന്. വേണ്ട, അച്ഛന് നല്ല സുഖമില്ല. ഒന്നും ഉണ്ടായിട്ടല്ല. കൊട്ടാരം പൂട്ടി പോലീസുകാരെ സീല് വെക്കുന്നത് കണ്ട് ബോധം കെട്ട് വീണതാ ഞാൻ. അതേ പിന്നെ ആ പൂമുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് കഴിയണില്ല. തമ്പുരാന് ഞാനൊരു കാര്യസ്ഥ മാത്രമായിരുന്നില്ല, ഒരു കൂടപ്പറപ്പ് തന്നെയായിരുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വരാം. ഒക്കെ മാറാല പിടിച്ച് കിടക്കുക. അത് സാരമില്ല. ചിലത് കമ്പി കൊണ്ടാ വല കിട്ടിയിരിക്കുന്നത്. എന്തൊരു ബലം. അവിടെ ചതുരംഗം കളിക്കാം. തമ്പുരാ റമ്മി കളിക്കാറില്ലേ? തമ്മിന്റെ മര്യാദ കൂടെ പറ. അതെ അതെ, കൊരങ്ങന്റെ പൂമാല കൊടുത്തോ. ഈശ്വര, എന്താ ഐശ്വര്യമായിട്ട് കിടന്നതാ. ഇപ്പൊ മൂതേ അടഞ്ഞു. തഞ്ചാവൂരിലെ തച്ചന്മാരെ വെച്ച് ചെയ്യിച്ചതാ ഈ കാണുന്ന കൊത്തുപണികളൊക്കെ. ഉവ്വ്. അതും ഒറ്റത്തടിയില്. വന്നോളൂ. ഇതാണ് തമ്പുരാന്റെ പള്ളിയറ. ഓഹോ. ഇവിടെ വെച്ചാണ് ആരും കൊല നടന്നത്.